നമസ്കാരം മാഷ്. നമസ്കാരം. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഗിദിയോൺ സാർ അവർ രണ്ടുപേരും നിർണായകമായ ഒരു കൂടിക്കാഴ്ച ഡൽഹിയിൽ വെച്ച് നടന്നു. ഇരു രാജ്യങ്ങളും തന്ത്രപരവും ഊഷ്മളവുമായ പങ്കാളിത്തം പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിലവിൽ നല്ല റിലേഷൻഷിപ്പ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുണ്ട്. ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ സഹകരിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഊഷ്മളവും കുറച്ചുകൂടെ തന്ത്രപരവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നത്. ഈ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ അവിടെ ഉയർന്നു വന്നിരുന്നു. ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളായി വന്നത് തന്ത്രപരമായ പങ്കാളിത്തമാണ്. ഇന്ത്യയുടെ ഭാവിയെ തന്നെ നിയന്ത്രിക്കുന്ന ഇസ്രായേലുമായിട്ടുള്ള ബന്ധവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ചർച്ചത്. അപ്പോൾ അതിനകത്ത് അതിരുകളില്ലാത്ത വിശ്വാസം എന്ന് വിളിക്കാവുന്ന ഒന്ന് വന്നു. അതായത് അതിരുകളില്ലാത്ത വിശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്, വിശ്വാസത്തെക്കുറിച്ചാണ് ഡോക്ടർ ജയശങ്കർ എടുത്തു പറഞ്ഞത് ആ ചർച്ചയിൽ. അതിനോടൊപ്പം തന്നെ നമുക്ക് ആ ചർച്ചയുടെ അതിൻ്റെ ഒരു കോറിലേക്ക് പോകുമ്പോൾ ഇസ്രായേൽ അതിന് ഇന്ത്യയെ വിശേഷിപ്പിച്ചത് ഇന്ത്യ ഒരു ആഗോള സൂപ്പർ പവറായി മാറുന്നു എന്നാണ്. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുമായി അദ്ദേഹം നമ്മുടെ ഒരു സൂപ്പർ പവറായിട്ടും ഇസ്രായേലിനെ അതിൻ്റെ ഒരു പ്രാദേശിക ശക്തി കേന്ദ്രവുമായിട്ട്, നിങ്ങളാണ് യഥാർത്ഥത്തിൽ വലിയ സൂപ്പർ പവർ, ഞങ്ങൾ അതിൻ്റെ ഒരു നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രാദേശിക ശക്തി കേന്ദ്രം ആണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രാദേശിക ശക്തി കേന്ദ്രം മാത്രമാണോ ഇവിടെ ഇസ്രായേൽ? അല്ലേ, രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സംഭാഷണം നടത്തുന്ന സമയത്ത് ചിലപ്പോഴെല്ലാം ഇതേപോലെയുള്ള പ്രയോഗങ്ങൾ ഉണ്ടാകാം. അതിനേക്കാൾ വലിയ തോതിൽ നമ്മളതിനെ വിലയിരുത്തുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. കാരണം ഇന്ത്യയെ അവർ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയെ പുകഴ്ത്തുകയും ഇന്ത്യയെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരാൾ നമ്മളെ പുകഴ്ത്തുമ്പോൾ, നമ്മളെ വാഴ്ത്തുമ്പോൾ നാം തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് സംശയിക്കണം. കാരണം വെറുതെ ആരെയും പുകഴ്ത്തുകയോ വാഴ്ത്തുകയോ ചെയ്യുന്നില്ല. എല്ലാം ഉപകാരസ്മരണയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. വാട്ട് ഇൻ ഇറ്റ്സ് ഫോർ മീ എന്നുള്ള പ്രയോഗം തന്നെ അങ്ങനെയാണ്. എനിക്കെന്ത് കാര്യം? അതെ. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ എപ്പോഴും ഇന്ത്യയെ ഇസ്രായേലിനൊപ്പം നിർത്താനായിട്ട് ശ്രമിക്കുന്നു. അതെ, ഇസ്രായേൽ ഇന്ത്യയെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നതിന് ഒരുപാട് ലക്ഷ്യങ്ങൾ അവർക്കുണ്ട്. ഒന്ന്, അവർ പല ഘട്ടങ്ങളിലും തെമ്മാടി രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കേണ്ട രാഷ്ട്രമാണ്. എനിക്കൊക്കെ ആ രാഷ്ട്രത്തെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കാനാണ് ഇഷ്ടം. കാരണം അവർ ഈ പലസ്തീൻ സമൂഹത്തിലേക്ക്, പലസ്തീൻ ജനതയിലേക്ക് എങ്ങനെയാണ് ബോംബുകൾ വലിച്ചെറിയുന്നത്, എങ്ങനെയാണ് ആക്രമണം നടത്തുന്നത്, എങ്ങനെയാണ് അവർ വെടിവെച്ച് കൊല്ലുന്നത് എന്നതൊക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് മാത്രമാണ്. അങ്ങനെ അത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എന്ന വളരെ കരുതലും തന്ത്രവും അവരുടെ ഈ സംഭാഷണത്തിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് നിങ്ങളാണ് ഭാവി എന്ന് പറയുന്നത്. ലോകത്തിന്റെ ഭാവിയാണ് ഇന്ത്യ, നിങ്ങൾ സൂപ്പർ പവറാണ് എന്ന് അവർ പറയുകയും അങ്ങനെ ആ സൂപ്പർ പവറിൻ്റെ ഒരു അരികിൽ നിൽക്കുന്ന, അവർക്കൊപ്പം നിൽക്കുന്ന, അത് ആസ്വദിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം അത് മാത്രമാണ്. അതിനപ്പുറത്ത് നമ്മൾ അതിനെ വിലയിരുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലെല്ലാം ചെല്ലുന്ന സമയത്ത് പലപ്പോഴും ഇന്ത്യക്ക് പഴയ നിലപാട് തന്നെ ഇന്നത്തെ സർക്കാരും പ്രകടമാക്കുന്ന നമ്മൾ കാണും. ഇപ്പോൾ പലസ്തീൻ ഈ ഭൂമുഖത്ത് വേണം എന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇന്ത്യ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ പൊതുവേദിയിൽ സംസാരിക്കും, പറയാറ്. അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് എന്താണ്? പലസ്തീൻ വേണ്ട, പലസ്തീൻ ഭൂമുഖത്ത് വേണ്ട, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഉറപ്പാക്കാൻ പറ്റുന്ന തരത്തിലുള്ള യുദ്ധവും മറ്റു കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. പിന്നെ അവർ പറയുന്ന, അവർ ഇന്ത്യയെ ചേർത്ത് നിർത്തുന്ന ഒറ്റ കാര്യത്തിൽ മാത്രമാണ്, തീവ്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് രാഷ്ട്രം. സീറോ ടോളറൻസ് സീറോ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നർത്ഥം. തീവ്രവാദികൾ അവർക്ക് പ്രശ്നമുണ്ട്. കാരണം എന്താണ്? ഹമാസ്, അതേപോലെ ഹിസ്ബുള്ള, ഹൂതികൾ, ഇവരൊക്കെ ചേർന്ന് ടെററിസ്റ്റ് സ്റ്റേറ്റുകൾ എന്നാലൊക്കെയാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെയുള്ള പോരാട്ടം ഇസ്രായേലിൽ ഒരിക്കലും ഒഴിവാക്കാനായിട്ട് പറ്റില്ല. ഇസ്രായേലിൽ അവരുമായിട്ടുള്ള ഏത് പോരാട്ടത്തെയും സീറോ ടോളറൻസിലൂടെ മാത്രമേ വീക്ഷിക്കാനായിട്ട് ടെററിസ്റ്റ് സ്റ്റേറ്റ്സ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇവരെ ആരെയും കാണേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യ സമാധാനപൂർവ്വമായിട്ട് നിൽക്കുക. ഇപ്പം മാത്രമല്ല, നേരത്തെ എങ്ങനെയാണ് ഇന്ത്യയുടെ പൊസിഷൻ? നമ്മൾ ബൈപ്പോളാർ വേൾഡ് ഉണ്ടായ സമയത്ത്, ലോകം രണ്ട് ശാക്തി ചേരികളായിട്ട് തിരിഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞില്ല, ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പറഞ്ഞു ഞങ്ങൾ രണ്ടു കൂട്ടരെയും കൂടെയും ഇല്ല,
ഒരു ചേരിയുടെയും കൂടെ ഇല്ല. ഇല്ല. ഞങ്ങൾക്ക് ഒരു ചേരിയുണ്ട്, ചേരിയില്ലാത്ത ചേരിയാണ്. അതെ, അങ്ങനെയാണ് ഈ ശരിയാണ്. നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അതെ. മുന്നേറ്റക്കാരായിട്ട് ഇന്ത്യ മാറിത്തീരുകയാണ് മാറുന്നത് ചെയ്തത്. അങ്ങനെയാണ്. അങ്ങനെ അതിൻ്റെ നേതൃത്വ പദവി പോലും നമുക്കായിരുന്നു. അതെ. അപ്പം അങ്ങനെ നമുക്ക് ലോകത്തെ തിരുത്താനായിട്ട് കഴിയുമായിരുന്നു. കഴിയുമായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പോഴും ആ ഒരു സ്റ്റാറ്റസ് കോ ഇന്ത്യക്ക് ഉണ്ട്. അതെ. അത് ഇന്ത്യ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അതെ. അതിനൊപ്പമാണ് ഇന്ത്യ ശക്തമായിട്ട് തീവ്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളത് കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം തീവ്രവാദത്തെ ലോകത്ത് ആർക്കാണ് അംഗീകരിക്കാൻ പറ്റും? അതെ. അതെ. ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റില്ല. അത് വിട്ടുവീഴ്ച ആർക്കും നൽകാൻ കഴിയും. വിട്ടുവീഴ്ച പാടില്ല. അതിൽ സീറോ ടോളറൻസ് എന്ന് പറയുന്നത് ശരിയുമാണ്. ശരിയുമാണ്. കാരണം അത് സാധാരണ പൗരൻ്റെ ജീവൻ അതെ. വഴിവെക്കുകളിലും അതുപോലെ സിനിമാശാലകളിലും മ്യൂസിക് ഹാളുകളിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ട് പോകുന്ന ലോകത്തെ ഏറ്റവും ക്രൂരമായ തെമ്മാടിത്തം. ചിന്നിച്ചെതറേണ്ടതല്ല മനുഷ്യ ശരീരം. അതെ, മനുഷ്യൻ ചിന്നിച്ചെതറാനുള്ളതല്ല, മനുഷ്യൻ ജീവിക്കാനുള്ളതാണ്, അതെ. മനുഷ്യൻ സംഗീതം നിർമ്മിക്കാനുള്ളതാണ്, അതെ. അതെ. സിനിമ നിർമ്മിക്കാനുള്ളതാണ്. അതെ. അതെ. അങ്ങനെ എത്രയോ കാര്യങ്ങൾ സർഗാത്മകമായി നടത്തേണ്ടതാണ് മനുഷ്യൻ. അതെ. ആ മനുഷ്യനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ബലൂൺ പൊട്ടിച്ചളയുന്നവർ പൊട്ടിച്ചളയും. അതിലൊരു അതിനോട് സീറോ ടോളറൻസ് കാണിക്കണം. മറ്റു ചില പ്രധാനപ്പെട്ട മേഖലകൾ വെച്ചാൽ വ്യാപാരവും സാങ്കേതിക മുന്നേറ്റങ്ങൾ, നിക്ഷേപങ്ങളെ കുറിച്ചുണ്ട്. പുത്തൻ മേഖലകൾ, റെയില്, റോഡ്, തുറമുഖം, പുനരുപയോഗ, ഊർജം, ആരോഗ്യം, നിരവധി രംഗങ്ങളിൽ അവർ സഹകരണം താല്പര്യം കാണിച്ചിട്ടുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. ഇസ്രായേലിൽ അവസരങ്ങൾ തേടുന്നതിന് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്രായേലിൽ അവസരങ്ങൾ തേടുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ബിസിനസ്സുകാർ ഇപ്പോൾ താല്പര്യം നന്നായി കാണിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി വാതിലുകൾ തുറന്നിടാനാണ് തീരുമാനം. അതൊരു പുതിയ കാര്യമായിട്ട്, കാരണം വെച്ചാൽ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് കൃഷിയും ഇന്നോവേഷനും ഈ സെമി കണ്ടക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സൈബർ സുരക്ഷ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒന്നാണല്ലോ അവരുടെ സൈബർ സുരക്ഷ. അപ്പോൾ ഇന്ത്യയിൽ അത്തരത്തിലുള്ള കമ്പനികൾക്ക് സൈബർ സുരക്ഷയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഇത്തരത്തിൽ കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്നാണ്. അല്ല, ഇസ്രായേൽ പലപ്പോഴും നമ്മളുടെ ഒക്കെ ഒരു ശ്രദ്ധയിൽ വരുമ്പോൾ നമുക്കൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ വളരെ മികച്ച മാതൃകകൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് അത് പങ്കുവെക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം മൊസാദ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു രഹസ്യ സംഘടനയാണ്. അവരാണ് നമ്മളെ ഈ സ്പൈ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്ത് ഏതാണ്ട് എല്ലാ ആളുകളുടെയും ഫോൺ ചോർത്താനും അതൊക്കെ സർക്കാരിന് സംഭാവന ചെയ്യാനും അല്ലെങ്കിൽ സർക്കാരിന് കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്ന കൊണ്ടുവന്നവരാണ്. അപ്പോൾ അവരുടെ അത്തരം കാര്യങ്ങളെന്നല്ല, അവരുടെ മികച്ച മേഖലകളൊക്കെ അവർ പണത്തിന് മറ്റു രാഷ്ട്രങ്ങൾക്ക് നൽകാനായിട്ട് തയ്യാറാണ്. ആ ബിസിനസ്സിൽ ഇന്ത്യ പങ്കെടുക്കാനായിട്ട് തീർച്ചയായിട്ടും തയ്യാറാവുമ്പോൾ അതിൻ്റെ ഗുണം, അതിൻ്റെ നേട്ടം നമുക്ക് നമ്മളുടെ വ്യാപാര സാങ്കേതിക മേഖലകളിൽ അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിലും നമുക്ക് വലിയ മുന്നേറ്റങ്ങൾ നടത്താനായിട്ട് കഴിയും. അപ്പം ഇതെല്ലാം ഈ നമ്മുടെ ഗ്ലോബലൈസേഷന് ശേഷമുള്ള ഒരു ലോകത്തിൻ്റെ പുതിയ തരത്തിലുള്ള ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യേണ്ടത് തന്നെയാണ്. രാഷ്ട്രീയം വേറെ, അതേപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ വേറെ എന്ന നിലയ്ക്ക് കണ്ടാൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവില്ല. കാരണം രാഷ്ട്രീയപരമായിട്ട് ഇന്ത്യക്കുള്ള നിലപാട് ഇന്ത്യ പുലർത്തും. അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ട് സഹകരിച്ച് ഇസ്രായേലിനെ സഹായിക്കാനും തിരിച്ച് ഇസ്രായേലിൽ നിന്ന് സഹായം സ്വീകരിക്കാനും ഇന്ത്യ പ്രാപ്തമാണ്. അതെ, തീർച്ചയായും. ആ ഒരു പൊസിഷനിൽ നല്ല ബന്ധമാണ് ഇവർ തമ്മിലുള്ളതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലായത്. ഇപ്പോൾ അവരെ ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ, അടുത്ത വർഷം 2026 ഫെബ്രുവരിയിൽ AI ഇമ്പാക്റ്റ് സബ്മിറ്റ് വരാൻ പോവാം. ഇന്ത്യയാണ് ആതിഥ്യം അരുളുന്നത്, ആതിഥേയത്വം വഹിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് അവരുടെ വലിയ ടീമിനെ തന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ തന്നെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖല നല്ല രീതിയിൽ വളരാൻ അത് വളരെയധികം സഹായിക്കുകയും ചെയ്യും. ഉറപ്പായിട്ടും അത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിട്ട് അങ്ങനെയാണ് ഇതിനെ നോക്കുന്നത്. ഈ ആഗോളപരമായ വിഷയങ്ങളിൽ പിന്നെ സെമി കണ്ടക്ടർ കൈമാറ്റം അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇപ്പോൾ തന്ത്രപരമായിട്ടുള്ള ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഈ തീവ്രവാദ വിഷയങ്ങളിൽ സീറോ ഇൻടോളറൻസ്, ഈ ടെററിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഉള്ള നീക്കം എന്ന് പറയുന്നത് ഇത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട അത് പോസിറ്റീവായിട്ട് കാണണം. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ പല ഘട്ടങ്ങളിലും തീവ്രവാദ പ്രവർത്തനത്തിന് വിധേയമായ അതിൻ്റെ ഇരയാണ്. ഇപ്പോൾ ബോംബെ തീവ്രവാദ പ്രവർത്തനം, അതേപോലെ തന്നെ പഹൽഗാമിലെ തീവ്രവാദം, ഇതൊക്കെ നമുക്ക് അസഹനീയമാണോ? നമുക്കതിനെക്കുറിച്ച് ഓർക്കാൻ പോലും കഴിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇസ്രായേൽ ചില വിവരങ്ങൾ കൊടുത്തിരുന്നു എന്നാണ്. ഇസ്രായേൽ മുന്നേ കാലഘട്ടി ചില വിവരങ്ങൾ നൽകിയിരുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ. പക്ഷേ അത് നമുക്ക് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല.
ഇനി വീണ്ടും ഇവരുമായിട്ടുള്ള ആ പിഴവ് പരിഹരിച്ചുകൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ അതെ. പറ്റും. അതെ. അപ്പോൾ അങ്ങനെ ഉള്ള സൂചനകൾ കിട്ടിയാൽ ഉടനെ തന്നെ ആവശ്യമായ പ്രതിരോധം നിർമ്മിക്കാനായിട്ട് നമുക്ക് കഴിയും. അതിന് ഇതൊക്കെ ഇത് സഹായമാണ്. അതെ. അല്ല മാത്രമല്ല ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രവും തമ്മിലുള്ള ആശയവിനിമയം, അതേപോലെ സാങ്കേതികവിദ്യ കൈമാറ്റങ്ങൾ, സാമ്പത്തികവും മറ്റ് മേഖലകളിലുള്ള സഹകരണം, ഇതൊക്കെ വളരെ അനിവാര്യമാണ്. അടച്ചുകെട്ടി നമുക്ക് ഒരിക്കലും ഒരു സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ലോകം തെളിയിക്കപ്പെട്ടാണ്. അവരുടെ ഒരു ക്ലോസ്ഡ് എക്കണോമി ആയിരുന്നു. ക്ലോസ്ഡ് എക്കണോമിക്ക് എക്സിസ്റ്റൻസ് ഇല്ല ശരിക്കും പറഞ്ഞു. ഓപ്പൺ എക്കണോമിക്ക് മാത്രമേ എക്സിസ്റ്റൻസ് ഉള്ളൂ തെളിയിക്കപ്പെട്ടാണ്. അതെ, തീർച്ചയായിട്ടും ഈ ഒരു സഹകരണം പ്രതീക്ഷ നിർഭരമാണ്. അതിലൂടെ പുതിയ കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.